ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പോർക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ, കുറച്ച് കുഞ്ഞുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പോർക്കിൽ കുരുമുളക് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള കുഞ്ഞുള്ളി, ആവശ്യത്തിനുള്ള തേങ്ങ, പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ കുരുമുളക് മസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അതിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും കേട്ടോ. നല്ലപോലെ വരും. തിളച്ച് ഒരുവിധം വന്ന ശേഷം നമ്മൾ വീണ്ടും തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യുക. നല്ലപോലെ കുക്കായി വരുമ്പോൾ ഉള്ളിയും തേങ്ങയും എല്ലാം നല്ലപോലെ അതിൽ യോജിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് അതിൽ തേങ്ങാക്കൊത്ത് കൂടെ ആഡ് ചെയ്യാം. ഇനി വേറൊരു ചീനിച്ചട്ടി എടുത്ത് അതിൽ ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കാതെ തന്നെ നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സ്മെല്ല് മാറി വരുമ്പോഴേക്കും ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങും. അപ്പോൾ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കളറിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മളെ പോർക്ക് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വറുത്ത് വച്ചേക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നമുക്ക് ഈ പോർക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് പൊടികളെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് അതൊന്ന് ചുവന്ന് വരുമ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വറ്റൽ മുളക് കൂടെ ആഡ് ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടച്ച് വെച്ചേക്കാവേ. എന്നാൽ തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ നല്ലപോലെ അതിൽ പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് ഓപ്പൺ ചെയ്ത് നമ്മുടെ പോർക്ക് ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ.